അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലി വസ്സഹബി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം റബീഉൽ അവ്വൽ മാസവും ഈ മാസത്തിൽ മൗലൂദ് പാരായണം ചെയ്യുന്നതിനെക്കുറിച്ചുമാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. റബീഉൽ അവ്വൽ മാസത്തിലൂടെയാണല്ലോ ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവരും റബീഉൽ അവ്വൽ മാസത്തിൽ നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. റബീഉൽ അവ്വൽ മാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. നബിയോടുള്ള സ്നേഹം ഓരോ മുസ്ലിമിൻ്റെയും ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രകടമാക്കാം എന്നതും വളരെ പ്രധാനമാണ്. റബീഉൽ അവ്വൽ ഇസ്ലാമിക കലണ്ടറിലെ പ്രധാനപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ്. ഈ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് മുസ്ലിമുകൾക്കിടയിൽ പ്രത്യേകമായി ഓർക്കുന്ന ദിവസം കൂടിയാണ്. എല്ലാ വീടുകളിലും മങ്കൂസ് മൗലൂദും ഒക്കെ പാരായണം ചെയ്യുന്നവരുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ മങ്കൂസ് മൗലൂദുകൾ ഓതാറുണ്ട്. പണ്ട് മുതലേയുള്ള ശീലമാണ് റബീഉൽ അവ്വൽ മാസം വന്നാൽ മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്യുന്നത്. ഒറ്റയ്ക്കിരുന്ന് ഓതുന്നതിനേക്കാൾ നല്ലതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ ഇരുന്ന് നല്ല അദബോടുകൂടി മര്യാദയോടുകൂടി മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്യുന്നത്. ഇത് ഓതാൻ പ്രത്യേക സമയമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും ഓതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഓർക്കുമ്പോൾ അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ കൂടി ഓർക്കണം. സത്യസന്ധത, ക്ഷമ, ദയ, കരുണ, നല്ല സ്വഭാവം, മാതാപിതാക്കളോടുള്ള നന്മ, അയൽക്കാരോടുള്ള പെരുമാറ്റം, മറ്റുള്ളവരോടുള്ള കരുണ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. നബിയോടുള്ള സ്നേഹം പ്രകടമാക്കാനും കൂടിയുള്ള മാസമാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോകരുത്. നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അത് കാണണം. വീട്ടിലുള്ളവരോട്, മാതാപിതാക്കളോട്, ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, സഹോദരങ്ങളോടൊക്കെ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എത്രത്തോളം വന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കാനുള്ള അവസരം. റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ കാര്യങ്ങളിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളമായി സ്വലാത്തുകളും ദിക്റുകളും വർദ്ധിപ്പിക്കുക. വലിയൊരു പുണ്യമുള്ള കാര്യമാണ്. ദിവസത്തിൽ കുറച്ച് സമയം മാറ്റിവെച്ച് സ്വലാത്ത് ചൊല്ലാം. വീട്ടുജോലികൾ ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒഴിവ് സമയത്തും സ്വലാത്ത് ചൊല്ലാൻ കഴിയും. അതിന് വലിയ സൗകര്യത്തിൻ്റെയൊന്നും ആവശ്യമില്ല. നമ്മുടെ നാവിനായാലും എളുപ്പമുള്ളൊരു അമലാണ് സ്വലാത്ത് ചൊല്ലുക എന്നത്. ഈ പുണ്യമാസത്തിൽ നബിയെപ്പറ്റി നമുക്ക് കഴിയുന്നത്ര നമ്മൾ വാഴ്ത്തിപ്പാടണം, ദിക്റുകളായിട്ടും സ്വലാത്തായിട്ടുമൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ജീവിച്ചത്? നല്ല എളിമയോട് കൂടിയിട്ടുള്ള ജീവിതമായിരുന്നു. ദാരിദ്ര്യവും പ്രയാസങ്ങളുമൊക്കെ അന്നുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വായിക്കുന്നത് അറിവ് നേടാൻ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരാൻ കൂടി വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണ്. ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോടുള്ള ആരാധന കൂടുതൽ ശക്തമാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്ക് ചെറിയ ശീലങ്ങളൊക്കെ പഠിക്കാം. ദിവസവും കുറച്ച് സ്വലാത്ത് ചൊല്ലാം.
ഖുർആനും സുന്നത്തുകളുമൊക്കെ നിർവഹിക്കാം. മറ്റുള്ളവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാം. മാതാപിതാക്കളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്. നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളോട് നമുക്ക് ക്ഷമിക്കാൻ ശ്രമിക്കാം. നമ്മുടെ സംസാരത്തിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ഓർക്കുന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ഫലം നമ്മുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടാകും എന്നതാണ്. റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അവസാനിക്കരുത്. റബീഉൽ അവ്വൽ കഴിഞ്ഞാലും സ്വലാത്ത് തുടരണം, സുന്നത്ത് പിന്തുടരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കണം. അതാണ് നമുക്ക് നബിയോടുള്ള സ്നേഹം ജീവിതത്തിൽ പ്രകടമാക്കുന്നു എന്നതിൻ്റെ വഴി. അതുകൊണ്ട് ഈ മാസം നമുക്ക് ഒരു തുടക്കമാക്കാം. നമ്മുടെ നാവിൽ സ്വലാത്തുകൾ ഉണ്ടാകട്ടെ, നമ്മുടെ ഹൃദയത്തിൽ നബിയോടുള്ള സ്നേഹം ഉണ്ടാകട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സുന്നത്തുകളും ഉണ്ടാകട്ടെ, നമ്മുടെ പെരുമാറ്റത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നല്ല സ്വഭാവവും ഉണ്ടാവട്ടെ. ആമീൻ. അള്ളാഹു നമ്മെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹിക്കുന്നവരിലും സുന്നത്ത് പിന്തുടരുന്നവരുടെ കൂട്ടത്തിലും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല സ്വഭാവങ്ങൾ കൊണ്ടുവരാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും നബിയെ പറ്റി വാഴ്ത്തിപ്പാടണം. മൗലൂദുകളായിട്ടും സ്വലാത്തായിട്ടും ദിക്ർ ദുആ മജ്ലിസായിട്ടുമൊക്കെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധാരാളമായി വാഴ്ത്തിപ്പാടണം. മൗലൂദ് ചൊല്ലാൻ കഴിയാത്തവർ സ്വലാത്ത് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ ഉറക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. എല്ലാവരും ഈ പുണ്യമാസത്തിൽ മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്യുക, ദുആ ചെയ്യുക. എല്ലാവരെയും അള്ളാഹു കാക്കട്ടെ. ആമീൻ. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ഇസ്ലാമിക വീഡിയോകൾക്കായി നൂറ് ദുആ എന്ന ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.